എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് നൽകിയിരിക്കുന്ന 2 നമ്പറുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. ഇനി നല്ല കാലം വരുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാലം വരുന്നു എന്നുള്ള അറിയിപ്പാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് 3 എന്ന ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും ഒന്നിലും ആർത്തി കാണിക്കാത്ത, ജീവിതത്തിൽ തൻ്റെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, ജീവിതത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ. ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് നേടണം, അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് വളർച്ചയുണ്ടാകണം, അതൊന്നും ആഗ്രഹിക്കുന്നില്ല. സ്വാർത്ഥതയില്ല. ജീവിതത്തിൽ തനിക്ക് ഈശ്വരൻ നൽകിയതിൽ മാത്രം തൃപ്തിപ്പെട്ട്, തനിക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്നതിൽ മാത്രം അഭിമാനിച്ച് അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. ഒന്നിലും ഒരാർത്തിയോ ഒന്നിലും ഒരു അമിതമായ ആഗ്രഹങ്ങളോ ഒന്നുമില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സ്. എന്തെങ്കിലും മറ്റുള്ളവർ മോശമായിട്ട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് ഹൃദയത്തിൽ വിഷമം തോന്നുന്ന ആളുകളാണ്. ആരെയും ഉപദ്രവിക്കാൻ പോകാത്തത് പോലെ തന്നെ ആരാലും ഉപദ്രവിക്കപ്പെടാനോ സമാധാനം നഷ്ടപ്പെടാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഉള്ളതുകൊണ്ട് കഴിയുക, ഉള്ളതുകൊണ്ട് മാത്രം ജീവിക്കുക. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കണ്ടതും കേട്ടതും അറിഞ്ഞതും ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രം കഴിയുക, ഉള്ളതുകൊണ്ട് മാത്രം ജീവിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. ആർക്കും ഒരു നഷ്ടം വരാൻ ആഗ്രഹിക്കുന്നില്ല. തനിക്ക് നഷ്ടമുണ്ടെങ്കിലും താൻ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാകരുതെന്ന് ആലോചിക്കുന്ന ആളാണ്. ജീവിതത്തിൽ പലപ്പോഴും ഒരുപാട് സ്വപ്നങ്ങൾ വേറി നടന്നെങ്കിലും എല്ലാം കഴിഞ്ഞപ്പോൾ ശൂന്യമാക്കപ്പെട്ട കൈകളാണ് നിങ്ങൾക്ക് കിട്ടിയത്. ശൂന്യമാക്കപ്പെട്ട പോക്കറ്റുകളും പേഴ്സുകളും ഒക്കെയാണ് നിങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷെ മനസ്സ് നിറഞ്ഞ് പോയിട്ടുണ്ട് പല സമയത്തും. മറ്റുള്ളവരുടെ സുഖം, മറ്റുള്ളവരുടെ സന്തോഷം, അത് ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വലിയ പ്രേരണകൾ നൽകിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാട് ചെയ്തു, കഷ്ടപ്പാട് അനുഭവിച്ചു. ഒന്നും കിട്ടിയില്ല എന്നുള്ള പരാതി മനസ്സിലൊരിടത്തും തോന്നിയില്ല. തനിക്ക് ഈശ്വരൻ അനുഗ്രഹിച്ചത് മതി എന്നുള്ള ആഗ്രഹത്തിൽ ജീവിച്ചു. നിങ്ങൾ ഇത്രയും നല്ല മനസ്സിനുടമയാണെന്ന് ഇരിക്കെ, നിങ്ങൾ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് നന്മ നൽകുന്ന ഒരു ഈശ്വരൻ മുകളിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് സന്തോഷം നൽകുന്നു. നിങ്ങൾ ആരൊക്കെ എല്ലാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിലർക്ക് നൽകാൻ ആഗ്രഹിച്ചു, അവരുടെ സന്തോഷവും അവരുടെ മുന്നേറ്റവും അതിൽ അഭിമാനം കൊള്ളുന്നൊരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് മനസ്സ് നിറഞ്ഞും അവർക്ക് ഹൃദയം നിറഞ്ഞും ഒന്നും നൽകാൻ കഴിയാത്തതിൻ്റെ ദുഃഖം നിങ്ങളിലുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മനസ്സ് പോലെ തന്നെ നിറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, നിങ്ങൾക്കൊപ്പം നിന്നതിൻ്റെ പേരിൽ ദുഃഖം അനുഭവിച്ച കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ എന്നെന്നും ചിരിക്കാനും സന്തോഷിക്കാനും സമാധാനപ്പെടാനും നിങ്ങളെ ഓർത്ത് ഒരുപാട് അഭിമാനിക്കാനും പറ്റുന്ന ഒരുപാട് നിമിഷങ്ങൾ ഇനി വരാൻ പോവുകയാണ്. നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളുടെ ഉയർച്ചകൾ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയ്ക്കും ഗുണം കിട്ടാൻ പോകുന്നു. നിങ്ങളത് സ്വീകരിക്കുക. അടുത്തതായിട്ട് 2ാമത്തെ ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ് പറയാം. എന്നെന്നും തനിക്ക് തോന്നുന്ന സത്യങ്ങൾ ആരെയും ഭയക്കാതെ വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ. കഴിവും പ്രാപ്തിയും എല്ലാം ഉണ്ടായിട്ടും അതനുസരിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, തൻ്റെ നേട്ടം മാത്രം നോക്കിയാൽ പോരാ എന്ന് ചിന്തിച്ച്
വിചാരിച്ചിരുന്ന ഒരു വ്യക്തി. ഒരിക്കലും തൻ്റെ നേട്ടങ്ങൾക്ക് പുറകെ മാത്രം നടക്കാതിരുന്നൊരു വ്യക്തി. തനിക്ക് മാത്രം നേട്ടം ഉണ്ടാകണമെന്ന്, തനിക്ക് മാത്രം നേട്ടം മതിയെന്ന് ആഗ്രഹിച്ചിട്ടില്ല. നേർവഴിയിലൂടെ അല്ലാതെ പ്രവർത്തിച്ചിട്ടില്ല. എത്ര ഇഷ്ടപ്പെട്ട ആളാണെങ്കിലും തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് ഉറക്കെ പറയാനുള്ള ആർജവം നിങ്ങൾ കാണിച്ചു. സ്നേഹിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി എന്ത് റിസ്ക് കൊടുക്കാൻ പോയി. അത് സ്വന്തം നിലനിൽപ്പ് തകർത്തിട്ടാണെങ്കിൽ പോലും അതുമായി മുന്നോട്ട് പോയി. അങ്ങനെ നേടിയതൊക്കെ നഷ്ടപ്പെട്ട ഒരു ചരിത്രവും നിങ്ങൾക്കുണ്ട്. പക്ഷെ ആത്മാഭിമാനവും സ്വതന്ത്രബോധവും ആത്മവിശ്വാസവും ഒരിക്കലും കളഞ്ഞിട്ടില്ല. ആരുടെ മുമ്പിലും തലകുനിക്കാതെ ജീവിക്കാനുള്ള ആർജവം, ആത്മവിശ്വാസം, അതാണ് നിങ്ങളുടെ കരുത്ത്. ആരൊക്കെ അവഗണിച്ചാലും ഒന്ന് പോ എന്ന് പറയാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടായി. ആർക്കും നിങ്ങളുടെ മനസ്സിനെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഇച്ഛാശക്തിയെയും നന്മയെയും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രാർത്ഥനകളും ആത്മീയ ചിന്തകളും ഒക്കെ പുറകോട്ടാണ്. അതിലൊന്നും സമയം കളയാൻ നിങ്ങൾ തയ്യാറല്ല. പക്ഷെ ഉള്ളിൽ സത്യമെന്ന് പറയുന്ന ഈശ്വരനുണ്ട്. സത്യത്തെ തച്ചുടച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യില്ല. ഈശ്വരന്മാർ പോലും നിങ്ങളെ സൂക്ഷ്മമായി നോക്കുന്നുണ്ട്. നിങ്ങളുടെ നന്മയിൽ അവർ തൃപ്തരാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി പ്രത്യേകിച്ച് നിങ്ങളെ അറിയാം. നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരു സീറ്റ്, ഒരു സ്ഥാനം, നിങ്ങൾക്ക് വേണ്ടി ചിലതൊക്കെ ആ ശക്തി ഒരുക്കി വച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ ചില ആളുകൾക്ക് അസൂയ തോന്നും. അവൻ അല്ലെങ്കിൽ അവൾ ഒരു കെയറും ഇല്ലാതെ ജീവിച്ചു, ഒരു ബുദ്ധിയും ഇല്ലാതെ ജീവിച്ചു, ആളുകളൊക്കെ ആയിട്ട് വഴക്കും ഒക്കെ ഉണ്ടാക്കി, തന്ത്രപൂർവ്വം നിന്നില്ല. പക്ഷെ എന്നിട്ടും അവൻ അല്ലെങ്കിൽ അവൾ ഒക്കെ എന്തുകൊണ്ട് നന്മയുണ്ടായിരിക്കുന്നു. ചിലർ അത്ഭുതത്തോടെ നിങ്ങളെ കുറിച്ച് പറയും. അത് നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയുടെ ഫലമാണ്. ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ നിങ്ങൾക്കുണ്ടായിരുന്നില്ല. ഒരു തുറന്ന പുസ്തകം പോലെ നിങ്ങളുടെ ജീവിതം. ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഏത് വലിയ റിസ്ക്കും എടുക്കാൻ നിങ്ങൾ തയ്യാറായി. അത് ഒരു തട്ടിപ്പല്ലായിരുന്നു, അതൊരു ഊടായ്പല്ലായിരുന്നു, അതൊരു നന്മയായിരുന്നു. ജീവൻ പോയാലും സത്യം തുറന്നു പറയാനും അശക്തരായ മിത്രങ്ങളുണ്ടായിരുന്നെങ്കിൽ അവർക്കൊപ്പം നിന്നാൽ ഒന്നും കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ടും അവർക്കൊപ്പം നിൽക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സ്, അവർക്കൊപ്പം ചേർന്ന് നിൽക്കാൻ നിങ്ങൾ കാണിച്ച വലിയ മനസ്സ്, അത് തകരുകയില്ല. വലിയ ശക്തിയുള്ള ശത്രുക്കളെ ഒറ്റ ദിവസം കൊണ്ട് എതിർക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചു. പലരും പറഞ്ഞു നിങ്ങളുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും, പോകാൻ പറഞ്ഞു. കാരണം നിലനിൽപ്പ് എന്നുള്ളത് നിങ്ങളുടെ നിഘണ്ടുവിലില്ല. നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ധീരമായിട്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ജീവിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി അനുഗ്രഹം ചൊരിയുന്നു. ഒരിക്കലും വെറുതെ കിട്ടിയതല്ല, ഹൃദയത്തിൻ്റെ നന്മ കൊണ്ടും നിങ്ങളെടുത്ത നിലപാടിൻ്റെ ഗുണം കൊണ്ടുമാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയാൻ തയ്യാറായ, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറുള്ള, തൻ്റെ കയ്യിലുള്ളത് എന്തും നൽകാൻ തയ്യാറുള്ള നിങ്ങൾക്കാണ് വിജയം. നിങ്ങളുടെ വിജയം പ്രിഡിക്റ്റ് ചെയ്യേണ്ട, നിങ്ങളുടെ വിജയം ഈശ്വരൻ ഉറപ്പ് നൽകിയിരിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.